മുൻ LDF സർക്കാരിനെതിരായ PM ശ്രീ ഡീൽ ആരോപണത്തിലും ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരായ അഴിമതി ആരോപണങ്ങളിലും UDFന്റെ പഴയ നിലപാടിൽ നിന്ന് പാടെ മലക്കം മറിഞ്ഞ് സംസ്ഥാന സർക്കാർ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും സർക്കാരിൽ നിന്നും വഴിവിട്ട ഒരു സഹായവും അവർ കൈപ്പറ്റിയിട്ടില്ലെന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിലെ മുൻ നിലപാടിൽ നിന്നും സർക്കാർ പാടെ U-ടേൺ അടിച്ചു. പദ്ധതിയിൽ ഒപ്പിടാൻ കഴിഞ്ഞ സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. SSK ഫണ്ട് അടക്കം കേന്ദ്ര സർക്കാർ അന്യായമായി തടഞ്ഞുവെച്ചതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ കരാറിൽ ഒപ്പുവെച്ചതെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. യു-ടേണുകളുടെ പരമ്പര സംസ്ഥാന സർക്കാർ തുടരുകയാണ്. UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ എടുത്ത നിലപാടുകളുടെ ഘടകവിരുദ്ധമായ സമീപനമാണ് PM ശ്രീ വിഷയത്തിലും ഊരാളുങ്കൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചും സർക്കാർ ഇന്ന് സഭയിൽ സ്വീകരിച്ചത്. PM ശ്രീ കരാർ ഒപ്പിടാൻ കഴിഞ്ഞ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ സഭയിൽ പറഞ്ഞു. 3 വർഷം കൊണ്ട് ആകെ 1000 കോടിയോളം രൂപ ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. PM ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റു കേന്ദ്ര ഫണ്ടുകളും കേന്ദ്ര സർക്കാർ അന്യായമായി തടഞ്ഞുവെച്ചു. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതരായി. 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ ഒരു തുടർ ചർച്ചയും നടത്തിയിട്ടില്ല. കരാറിൽ ഒപ്പിട്ടപ്പോൾ ലഭിച്ചത് SSK ഫണ്ട് മാത്രമാണെന്നും മന്ത്രി ഷംസുദ്ദീൻ പറഞ്ഞു. ഇതും ഇതുവരെ നിരന്തരം പറഞ്ഞതിനും പ്രചരിപ്പിച്ചതിനും നേരെ വിരുദ്ധം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമായിരുന്നു PM ശ്രീ പദ്ധതി. CPIM BJP ഡീൽ എന്ന മട്ടിലായിരുന്നു UDF കരാറിനെ അന്ന് അവതരിപ്പിച്ചത്. അടുത്ത മലക്കം മറിച്ചിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച സമീപനത്തിലായിരുന്നു. ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവർത്തികൾ അനുവദിച്ച് അവരെ കുത്തകകളാക്കാൻ കഴിഞ്ഞ സർക്കാർ സഹായിച്ചോ എന്ന് VT ബൽറാം MLAയുടെ ചോദ്യം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ മറുപടി. കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരുന്നു. 25 കോടി 50 കോടി 100 കോടിയാക്കി. 2001 പിന്നെ 200 300 ആയി. പിന്നെ 2020-22 ആയപ്പോൾ 500 കോടിയായി. ഇപ്പോൾ 22-ന് ശേഷം അൺലിമിറ്റായി. എത്ര കോടി രൂപേന് വർക്ക് എടുക്കാന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ടാവും. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവർത്തികളാണ്. ക്രമവിരുദ്ധമായി ഒന്നും ഊരാളുങ്കലിന് നൽകിയിട്ടില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വർക്ക് ലോഡ് കൂടിയതുകൊണ്ട് മാത്രം ഉണ്ടായവയെന്നും മറുപടി. ഊരാളുങ്കലിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ മുഖ്യമന്ത്രി VD സതീശനും UDF നേതാക്കളും ഉന്നയിച്ചത്. CPIMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നടക്കം സതീശൻ അന്ന് ആരോപിച്ചിരുന്നു. ഊരാളുങ്കലിനെ വിമർശിച്ചവർ തന്നെ നിലവാരമുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞതിൽ സന്തോഷമെന്നും വൈകിയാണെങ്കിലും ബോധോദയമുണ്ടായതിൽ സന്തോഷമെന്നും CPIM നേതാവും മുൻ മന്ത്രിയുമായ VN വാസവൻ പരിഹസിച്ചു. മദ്യനയം, PM ആവാസ് യോജന, വൈദ്യുതി നിയന്ത്രണം, VC-മാരുടെ രാഷ്ട്രീയ ഇടപെടൽ എന്നിങ്ങനെ 1 ഡസനോളം വിഷയങ്ങളിലാണ് VD സതീശൻ സർക്കാർ അധികാരമേറ്റ് 1 മാസത്തിനുള്ളിൽ നിലപാടുകളിൽ നേരെ എതിർദിശയിലേക്ക് മലക്കം മറിഞ്ഞത്. അക്കൂട്ടത്തിലേക്ക് 2 കൂടി ഇന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. മുൻ ഇടത് സർക്കാർ ആരംഭിച്ച